ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും മനസ്സിലായില്ല. പ്രധാനപ്പെട്ട കാരണം ഞാൻ മാർക്ക് ചെയ്തൊന്നും ആർക്കും കാണുന്നുണ്ടായിരുന്നില്ല. മറ്റൊരു കാരണം ഒരുപക്ഷെ എൻ്റെ ടീച്ചിങ്ങിൻ്റെ മെത്തേഡ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നും കളയാൻ വരട്ടെ. കാരണം നമ്മുടെ കട്ടിങ്ങും നമ്മുടെ സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റാണ്. ഇത് ഞാൻ ഇട്ടും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ടോപ്പും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കസ്റ്റമറിൻ്റെ ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തുകൊണ്ടാണ് ഈ സ്ലോപ്പ്, എക്രോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് തുടങ്ങാം. ഇതിവിടെ നിൽക്കട്ടെ, ഈ ടോപ്പിൽ നിന്ന് തുടങ്ങാം. ഞാനിവിടെ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, പുറകിലത്തെ ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 5 ഇഞ്ചോളം ഉണ്ട്. അതിനർത്ഥം ഇത്രയും ഭാഗത്ത് ക്ലോത്ത് ഇല്ല, ശരിയല്ലേ? മറ്റേത് 3 ഇഞ്ചിൻ്റെ കഴുത്തിറക്കം, ഇവിടെ എത്രത്തെ സ്പേസേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഇത്രയും കഴുത്തിറക്കം കൊടുക്കുമ്പോൾ ഒരു ഇവളുടെ മെഷർമെൻറ്റ് ഷോൾഡർ ഒരു 14 ഇഞ്ചാണെന്ന് വിചാരിക്കാം. 14 ഇഞ്ച് കഴുത്തിറക്കം വരുന്ന ആൾക്ക് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ച് ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങനെ 7 ഇഞ്ച് ഇങ്ങനെ വിചാരിക്കാം. ഇവിടെ ഇത്രയും ഭാഗത്ത് ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്ലോത്ത് എന്ത് ചെയ്യും, ശരീരത്തിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ആം ഹോളില്ലേ, ഈ ആം ഹോള് ഇതായിരിക്കും ആദ്യം പോയി സീറ്റാവുന്നത്. അതായത് ആം ഹോള് പോയി ചെന്ന് അതിൻ്റെ പ്ലേസിൽ പോയി നിൽക്കും. സ്വാഭാവികമായിട്ട് ഈ ക്ലോത്ത് ഇങ്ങനെ വലിയും ഇങ്ങോട്ടേക്ക്. ഇവിടെ തുണിയില്ല. അപ്പോൾ ഈ ആം ഹോളിൻ്റെ ബലം കാരണം ഈ തുണി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ നിൽക്കേണ്ട ഷോൾഡർ താഴേക്ക് ഇത്രയും ഭാഗത്തേക്ക് ഇറങ്ങി വരും. മനസ്സിലായോ? കഴുത്തിൻ്റെ ഇറക്കം കാരണം, ഇവിടെ തുണി ഇല്ലാത്തത് കാരണം, ആം ഹോൾ ഇവിടെ നിന്ന് വലിക്കുന്നത് കാരണം ഈ ഷോൾഡർ എക്സാക്റ്റ് കിടക്കേണ്ടിടത്ത് നിന്നും ഇപ്പുറത്തേക്ക് നീങ്ങി വരും. വിച്ച് മീൻസ് കൈയുടെ താഴേക്ക്, ഈ ഷോൾഡറിൻ്റെ താഴേക്ക് തൂങ്ങി വരും. അപ്പോൾ അത് ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടോ? അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. നമുക്ക് എത്ര വൈഡായാലും അത് ആ ഷോൾഡറിൻ്റെ ഭംഗിയിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഈ ഷോൾഡറിനെ കുറച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അതായത് ആരും വന്നിട്ട് പറയത്തില്ലല്ലോ 5 ഇഞ്ച് കഴുത്തിറക്കം ചെയ്താൽ ഇങ്ങനെ ആവുമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, കഴുത്തിറക്കം ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നിൻ്റെ ഇഷ്ടം പോലെ കൊടുത്താൽ മതി എന്ന് ആരെങ്കിലും പറയുമോ? കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് 5 ഇഞ്ച് വേണമെന്ന് പറയുമ്പോൾ അവർക്കത് 5 ഇഞ്ച് ആക്കി കൊടുക്കണ്ടേ? അപ്പം നമ്മുടെ കയ്യിലുള്ള മാർഗം ഈ ഇറങ്ങി വരുന്ന തുണിയെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്രയാണ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ? അതറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ കാര്യവും ഈ നെക്കിൻ്റെ ഡെപ്ത്ത് തമ്മിലുള്ള ബന്ധവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ്, ഇങ്ങനൊരു കാര്യം. അപ്പോൾ നമുക്ക് ഇതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഷോൾഡറിൻ്റെ ഇവിടുന്ന് കുറച്ച് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലോത്തിനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം, വെട്ടിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇത് ഇറങ്ങി വരും. ഈ 5 ഇഞ്ച് വരുമ്പോൾ ഇത് ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ ഇത്രയും വരുന്ന തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ വന്ന് നിന്നോളും, കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് എത്ര കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഇവിടെ മാറ്റി വച്ചേക്കാം. ഇനി ഈ നെക്കിൻ്റെ കാര്യം പറയാം. ഇവിടെ ഞാൻ 3 ഇഞ്ച് കഴുത്തിറക്കം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു വൈഡുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വൈഡ് നമുക്ക് വേരിയേഷൻ ചെയ്യാം, വിഷയമില്ല. പക്ഷേ ഈ ലെങ്ത് ഇത്രയൊക്കെ എന്താ പറയുക, വൈഡാക്കി തരത്തുള്ളൂ. നമ്മുടെ ഇട്ട് കഴിയുമ്പോൾ ഇത് കഴുത്തിൻ്റെ ഇവിടെ വന്ന് നിൽക്കും. ഇതിങ്ങനെ മാറിക്കൊടുക്കത്തില്ല, ഇതധികം തെന്നി കൊടുക്കത്തില്ല. അപ്പോൾ ഇത് ഈ കഴുത്തിലിടക്ക്
ഇത് കഴുത്തിൻ്റെ അവിടെ വന്ന് കിടക്കുവാണല്ലോ. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നറിയാമോ? ഇതാ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ സ്ലോപ്പ് ഞാൻ കൊടുക്കാതെ ക്ലോത്ത് ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്ത് തുണി എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതൊരു ചാൻസ്. രണ്ടാമത്തെ ചാൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കും. ഇങ്ങനെ ഒരു പിടുത്തം പോലെയൊക്കെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ഇത് കഴുത്തിൻ്റെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഈ നെക്കിൻ്റെ ഷേപ്പ് കാരണം ഇത് വലിഞ്ഞു കൊടുക്കത്തില്ല. ഇതത് കാരണം ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഷോൾഡറുമായിട്ട് ഫുള്ളി ടച്ച് ചെയ്ത് കിടക്കണം. ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്. ഇങ്ങനെ ടച്ച് ചെയ്ത് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഷേപ്പിനനുസരിച്ച്, ഷോൾഡറിനൊരു ചരിവുണ്ട്, ആ ചരിവിനനുസരിച്ച് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ വരുന്നൊരു ടേമാണ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷോൾഡർ സ്ലോപ്പ് എന്നുള്ള വാക്ക്. ഓക്കെ. ഇനി നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൈ എപ്പോഴും മുന്നോട്ടല്ലേ ആയുന്നത്, ആരും പുറകോട്ടായുന്നില്ല. അപ്പോൾ ശരീരത്തിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇവിടെയുള്ള അതേ വണ്ണം അല്ല ഇവിടെ വരുമ്പോഴത്തേന്. ഇത് കുറയും, ഇവിടത്തേക്കാളും ഇവിടേക്ക് കുറയും. പക്ഷെ ചിലരുടെ ശരീരപ്രകൃതം അനുസരിച്ച് ഇവിടുത്തെ അതേ മെഷർമെൻറ്റ് താഴെ വരാറുമുണ്ട്, ഇല്ലെന്നല്ല, പൊതുവേ ഇങ്ങനെ കുറവാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ മെഷർമെൻറ്റും എടുത്ത് വെക്കണം. ഇവിടുത്തെ മെഷർമെൻറ്റ്, അതായത് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്നും മറ്റൊരു ആം ഹോളിൻ്റെ പകുതി വരെ ഈ ഇങ്ങനെ ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കുന്ന പോലെ എക്രോസ് ഫ്രണ്ട് എന്നുള്ള ഈ മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. അതെടുത്ത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എത്രയാണോ കൈക്കുഴി കുഴിച്ച് വെട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ അത് ക്ലിയറായി കാണുമല്ലോ അല്ലേ? 3 ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിൻ്റെ ഈ വലിച്ചിൽ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഷോൾഡറിൻ്റെ സൈഡിലേക്ക് പോകുന്ന ആ വലിച്ചിൽ കുറവായിരിക്കും. അതുകൊണ്ട് ഇത് കഴുത്തിൻ്റെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഈ ചെരിവ് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സ്ലോപ്പ് കൊടുക്കണം. അതൊരു പോയിൻ്റ്. മറ്റേ പോയിൻ്റ് നമ്മൾ ആം ഹോള് കൃത്യമായിട്ട് കർവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഫുൾ ഷോൾഡർ കൊടുക്കുന്ന ഏത് കേസിലും കൃത്യമായിട്ട് കുഴിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തുണി ഇങ്ങനെ എക്സ്ട്രാ നിൽക്കും. നമ്മളിട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഒത്തിരി തുണി ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. ചിലപ്പോൾ ചുളിവൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ ഇവിടെ ഇങ്ങനെ തുണി വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ ഈ സ്ലോപ്പ്, ഈ നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ച് ഷോൾഡർ കുറയ്ക്കുന്നത്, ഇത് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് മറ്റേ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഷോൾഡർ സ്ലോപ്പും എക്രോസ് ഫ്രണ്ടുമാണ് നമ്മളിതിനകത്ത് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ക്ലിയറായി കാണുമല്ലോ അല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതും ഞാൻ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതും 3 ഇഞ്ച് തന്നെയാണ് കഴുത്തിറക്കം. പക്ഷേ ഇതിൻ്റെ വൈഡ് മിനിമം അല്ല, കുറച്ച് വൈഡാക്കിയാണ് ഈ വീനക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടെ ഇതിങ്ങനെ മറ്റേ കേസിലെ പോലെ ഷോൾഡറിലേക്ക് വരില്ല. കാരണം ഇതിൻ്റെ നെക്കിൻ്റെ ഡെപ്ത് കാരണം തന്നെയാണ്. ഈ ഡെപ്ത് അതേസമയത്ത് ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് തുണിയില്ല, ഇത് ഉറപ്പായിട്ടും വലിഞ്ഞു പോകും. ഇത് ഫുൾ ഷോൾഡർ നമ്മൾ എടുത്തിട്ടുണ്ട്, ശരിയല്ലേ? 3 ഇഞ്ച് കഴുത്തിറക്കം നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ബോഡിയിൽ കിടക്കും, എങ്ങും വലിയത്തില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ വിചാരിക്കും ഇതേപോലെ 3 ഇഞ്ച് കഴുത്തിറക്കം കൊടുത്തു കഴിഞ്ഞാൽ മിനിമം
ഈ ഒരു ഗ്യാപ്പേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് എത്ര വേണോ വൈഡ് കൊടുക്കാം. പക്ഷേ വൈഡ് കൊടുത്താലും ഒരു സ്ലോപ്പ് ഇവിടെ കൊടുത്തിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൺക്ലൂഷൻ എന്ന് പറയുന്നത് നെക്കിൻ്റെ ഡെപ്ത്ത് കുറവാണെങ്കിൽ നമ്മുടെ നെക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നത് പോസിബിളല്ല. അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഡ്രസ്സിന് ഡിസൈൻ ചെയ്യണം. അതിപ്പം എത്ര വൈഡ് ആണെങ്കിലും ശരി, എത്ര ക്ലോസ് ആണെങ്കിലും ശരി, ആ ഷേപ്പ് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഷോൾഡറിൻ്റെ സ്ലോപ്പ്, ആ ഷോൾഡറിൻ്റെ ചരിവ്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, കൈക്കുഴിയുടെ കേസ് വരുമ്പോഴത്തേനും ഈ എക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റ് അത് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലോസ് നെക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ അത്രയും തുണി ഉണ്ടാവും. ആ തുണിയെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ടിൽ. അപ്പോൾ എക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായി എത്രയാണ് കുറച്ച് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ഈ 2 ടേംസ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയം, കഴുത്തിൻ്റെ ഇറക്കം, ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഈ പറയുന്ന പോലെ 3 ഇഞ്ച് അല്ലാതെ ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനും ഇതേ മെത്തേഡാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കണം എന്നുള്ളത് കറക്റ്റാണ്. അതേസമയത്ത് അതിന് നമ്മൾ കോളറിൻ്റെ കട്ടിങ്ങാണ് കൊടുക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിൽ കുറച്ചിട്ടും ബാക്കിൽ കൂട്ടിയിട്ടും അങ്ങനെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് പോകെ പോകെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം വരാം. ടാറ്റാ.